നമുക്ക് എന്താണ് ഈ വാജിവാഹനം, എന്താണ് ഈ അഷ്ടദിക്പാലകർ, എന്താണ് ഈ കൊടിമരത്തിൻ്റെ പ്രസക്തി, ഇത് വരുന്ന സാഹചര്യം ഏതാണ് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിച്ച് വരാം. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് അന്വേഷണം 1998 മുതലുള്ള ഇടപാടുകളിലേക്ക് നീട്ടാം എന്ന് ഹൈക്കോടതി SITക്ക് അനുവാദം കൊടുത്തതോടുകൂടി സമഗ്ര അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ വന്നാൽ ഇടവേളയ്ക്കു ശേഷം നമ്മൾ കാണാൻ പോകുന്നത് UDF പ്രതിരോധത്തിലാവുന്ന കൊടിമരം കൊള്ളയുടെയും വാജിവാഹനത്തിൻ്റെയും അഷ്ടദിക്പാലകരുടെയും ഒക്കെ തിരോധാനത്തിൻ്റെയും കഥകളാണോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യം നമുക്ക് നോക്കാം, എന്താണ് ഈ വാജിവാഹനം? വാജി എന്നാൽ കുതിരയാണ് എന്നത് പ്രേക്ഷകർക്കറിയാം. വേഗതയുടെയും ശക്തിയുടെയും പ്രതീകമായിട്ടാണ്. അയ്യപ്പൻ്റെ വാഹനമാണ്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ അയ്യപ്പൻ ഈ പുലിവാഹനാണ് എന്ന് പാട്ടിൽ പറയാറുണ്ട്. ഒരു കഥയുടെ ഭാഗമായി പുലിപ്പുറത്ത് വരുന്ന അയ്യപ്പനെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്നാൽ അയ്യപ്പൻ്റെ വാഹനം യഥാർത്ഥത്തിൽ കുതിരയാണ്, വാജി. അതുകൊണ്ടാണ് വാജിവാഹനം എന്നുള്ളത് നമ്മൾ ഹരിവരാസനത്തിൽ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊടിമരത്തിന് മുകളിലെ പ്രതിഷ്ഠയാണ് യഥാർത്ഥത്തിലുള്ള ഈ വാജിവാഹനം. ഈ 11 കിലോ തൂക്കമുണ്ട് വാജിവാഹനത്തിനും. വാജിവാഹനത്തിന് തൊട്ട് താഴെ കാണുന്ന ഒരു തറയ്ക്കും ആ തറയോട് ചേർന്ന് കാണുന്ന അഷ്ടദിക്പാലകരുടെ ചിത്രങ്ങളും ഇതെല്ലാം കൂടി ചേർത്ത് 11 കിലോ തൂക്കം വരും. 11 കിലോ തൂക്കമുള്ള ഈ വാജിവാഹനം 75 വർഷം പഴക്കമുള്ളതാണ് എന്നാണ് കരുതപ്പെടുന്നത്. അന്നത്തെ പഞ്ചലോഹത്തിലും പിന്നീട് സ്വർണം പൂശിയും ഒക്കെയാണ് ഇത് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ മാർക്കറ്റിലെ വില എത്രയാണെന്ന് നമുക്ക് വിലമതിക്കാനാവില്ല. പലതരം കണക്കുകൾ വരുന്നുണ്ട്. ഇടിമിന്നൽ ഏൽക്കുന്ന സമയത്ത് ഇറിഡിയമായിട്ട് മാറാൻ സാധ്യതയുള്ള രാസമിശ്രിതമാണെന്ന് ചിലർ പറയുന്നു. അതൊക്കെയാണ്. അല്ലെങ്കിൽ പോലും 11 കിലോഗ്രാം ഭാരം വരുന്ന സ്വർണം പൂശിയ ഈ വാജിവാഹനം അയ്യപ്പൻ്റെ വാഹനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമലയിൽ ഉത്സവം നടക്കുന്ന നാൾ മുതൽ ആറാട്ട് വരെയുള്ള സമയത്ത് ശബരിമലയിലെ അയ്യപ്പൻ ഈ വാജിവാഹനത്തിൻ്റെ പുറത്താണ് സഞ്ചരിക്കുക എന്നതാണ് വിശ്വാസം. എന്നാൽ ദ്വാരപാലക ശില്പപാളിയിലും കട്ടളപ്പാളിക്കും അപ്പുറത്തേക്ക് വാജിവാഹനം വരുമ്പോൾ ഈ വാജിവാഹനം മാത്രമല്ല, വാജിവാഹനത്തിനോടൊപ്പമുള്ള അഷ്ടദിക്പാലകർ, ഈ അഷ്ടദിക്പാലകരെയും വാജിവാഹനത്തെ വഹിച്ചുകൊണ്ടുള്ള ഏകദേശം 6.25 മീറ്ററോളം വരുന്ന ഈ കൊടിമരം, ഇതെല്ലാം ഇപ്പോൾ ചർച്ചയായി മാറുകയാണ്. ക്ഷേത്രത്തിൻ്റെ 8 ദിക്കുകളുടെയും കാവൽക്കാരെയാണ് നമ്മൾ അഷ്ടദിക്പാലകർ എന്ന് പറയുന്നത്. പ്രേക്ഷകർക്ക് കാണാം, ശബരിമലയിൽ അഴിച്ചെടുത്ത കൊടിമരത്തിൻ്റെ മുകളിലുള്ള അഷ്ടദിക്പാലകരുടെ ചിത്രങ്ങളാണ് ഈ പ്രേക്ഷകർ കാണുന്നത്. വിഗ്രഹത്തിൻ്റെ സമാനമായ സ്വഭാവവും വിഗ്രഹത്തിന് സമാനമായ വിശ്വാസമൂല്യവും ഉണ്ട് അഷ്ടദിക്പാലകർക്ക്. കൊടിമരത്തിലെ 8 ശില്പങ്ങളടങ്ങിയ ഭാഗമാണ്. ധ്വജത്തിൻ്റെ താഴ്ഭാഗത്ത് പഞ്ചവർഗത്തറയ്ക്ക് മുകളിലാണ്. ഇതാണ് പഞ്ചവർഗത്തറ എന്ന് പറയുന്നത്. ഓർമ്മിക്കണം, ഈ പഞ്ചവർഗത്തറയ്ക്ക് കേടുപാടുണ്ടായിരുന്നില്ല. ഈ അഷ്ടദിക്പാലകരിൽ ഒന്നിനും കേടുപാടുണ്ടായിരുന്നില്ല. വാജിവാഹനത്തിന് കേടുപാടേ ഉണ്ടായിരുന്നില്ല. കേടുപാടുണ്ട് എന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് കൊടിമരത്തിൻ്റെ താഴ്ന്ന ഭാഗത്ത് മാത്രമായിരുന്നു എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. കൊടിമരം നിർമ്മിക്കുന്നത് 1971-ലാണ്. ഉൾവശം പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കൊടിമരം. അതാണ് ഇതിൽ ഏറ്റവും കൗതുകമായിട്ടുള്ള കാര്യം. പുതിയ കൊടിമരം സ്ഥാപിക്കുന്നത് 2017-ലാണ്. അതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. ഈ പൊളിക്കൽ ചടങ്ങുകൾ 2017 ഫെബ്രുവരി 17-ന് ആരംഭിക്കുന്നു. വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്നിപ്പോൾ കണ്ടെടുത്തു. തന്ത്രിക്ക് അവകാശപ്പെട്ടതെന്ന് തന്ത്ര സമുച്ചയത്തിൽ പറയുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. അഷ്ടദിക്പാലകർ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും വലിയ നിശ്ചയവുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം, ഞാൻ ജിമ്മിയിലേക്ക് പോകുന്നതിന് മുമ്പ്, ജിമ്മി ഈ 1971 നിർമ്മിച്ച് 2017 ഇപ്പോൾ വിവാദ വിഷയമായിരിക്കുന്ന ഈ കൊടിമരം ത്തിൻ്റെ ഉൾഭാഗം യഥാർത്ഥത്തിൽ കോൺക്രീറ്റ് കൊണ്ടാണ് അന്ന് നിർമ്മിച്ചത്. പിന്നീടാണ് അയ്യപ്പ സേവാ സംഘം കൊടുത്ത നല്ല കാതലുള്ള തേക്ക് തൈലാദിവാസം കഴിഞ്ഞ് 6 മാസത്തോളം എണ്ണത്തോണിയിലിട്ട് നല്ലെണ്ണയൊക്കെ മുക്കി നല്ല ഒന്നാന്തരം രാമച്ചത്തിലെടുത്ത് നല്ല കട്ടിയാക്കി മാറ്റിയ തേക്ക് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയതായിട്ടും തന്ത്രി പറഞ്ഞതായിട്ടും പുറത്തു വരുന്ന വിവരം, ഉള്ളിൽ കോൺക്രീറ്റുള്ള ഈ കൊടിമരത്തിൻ്റെ അടിഭാഗത്ത് ചിതലരിച്ചു, ജീർണത സംഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ വിചിത്രമായൊരു സംഭവമായിട്ട് തോന്നുന്നു. ഈ കഥകളിൽ നമ്മൾ കണ്ടതിനേക്കാൾ വലിയ കഥയാണോ ഇനി പുറത്തു വരാൻ പോകുന്നത്? ഇപ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. അജയ് തറയിൽ ദേവസ്വം ബോർഡ് അംഗമായിട്ട് അന്ന് തുടരുന്നുണ്ട്. നമുക്കറിയാം, അന്ന് AS കുറുപ്പ് അന്നത്തെ അഭിഭാഷക കമ്മീഷണറും ആ സമയത്തുണ്ട്.